Welcome to the new chapter of EC Learning, powered by Elegance Central. Please subscribe our channel, like, share, comment, and also enable the bell button to get the recent notifications. കുട്ടികളെ, ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യുന്നത് റീപ്പിംഗ് ഗോൾഡ് ഫ്രം സോയിൽ എന്ന പാഠഭാഗത്തിലെ പാർട്ട് 3 ഭാഗമാണ് ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് ഗ്രാഫ്റ്റിംഗ്, ബഡ്ഡിങ്, അതുപോലെ ഹൈബ്രിഡൈസേഷൻ എന്താണ്, എങ്ങനെ ചെയ്യാം, ഗ്രാഫ്റ്റിങ്ങും ബഡ്ഡിങ്ങും എങ്ങനെ ചെയ്യാം, അതുപോലെ സ്റ്റോക്ക്, അതുപോലത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഇനി അടുത്തത് 3 ഭാഗമാണ് പഠിക്കാൻ പോകുന്നത്. നമ്മൾ ഇതുപോലെ ഹൈബ്രിഡൈസേഷൻ നടത്തിയ വിത്തിനങ്ങളൊക്കെ കാർഷിക മേഖലയിൽ അല്ലെങ്കിൽ കാർഷിക ഗവേഷണ സ്ഥാപനങ്ങളിലാണ് ഇവയെല്ലാം വികസിപ്പിച്ചെടുക്കുന്നത്, അല്ലേ? അപ്പോൾ കാർഷിക മേഖലയിൽ എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്ക് സാധ്യമാകേണ്ടത്? കാർഷിക മേഖലയിൽ എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്ക് സാധ്യമാകേണ്ടത്? അതായത് വാട്ട് ഷുഡ് ബി മെയ്ഡ് പോസിബിൾ ഇൻ ദ അഗ്രികൾച്ചറൽ സെക്ടർ. എന്തൊക്കെയാണ്? നമുക്ക് ഹൈ ഈൽഡ്, ക്രോപ്പിന് ഹൈ ഈൽഡ് വേണം. ക്വിക്ക് ഈൽഡ്, പെട്ടെന്ന് അല്ലേ, വേഗത്തിൽ വിളവ് ലഭിക്കലാണ് ആവശ്യം. അതുപോലെ റെസിസ്റ്റൻസ് ടു ഇൻഫെക്ഷൻസ്, രോഗബാധ ഇല്ലാതിരിക്കൽ. ലോവർ നർച്ചറിങ് കോസ്റ്റ്, കുറഞ്ഞ ചെലവിൽ പരിചരണം. അവൈലബിലിറ്റി ഓഫ് ക്വാളിറ്റി സീഡ്സ് ഓർ പ്ലാന്റിംഗ് മെറ്റീരിയൽസ്, മികച്ച വിത്ത് ഓർ നടീൽ വസ്തുക്കൾ ലഭ്യമാക്കൽ. ഇതൊക്കെയാണ് കാർഷിക മേഖലയിൽ നമുക്ക് സാധ്യമാക്കേണ്ട കാര്യങ്ങൾ. ഈ ആവശ്യങ്ങളൊക്കെ സാധ്യമാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഇടയിൽ പ്രവർത്തിച്ചു വരുന്ന കാർഷിക ഗവേഷണ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കുറച്ച് സ്ഥാപനങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അഗ്രികൾച്ചറൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സ്, നമ്മുടെ കേരളത്തിൽ പ്രവർത്തിക്കുന്ന അഗ്രികൾച്ചറൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മൾ താഴെ കൊടുക്കുന്നു. ഏതൊക്കെയാണ്? കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി മണ്ണുത്തി തൃശ്ശൂരിലുണ്ട്. സെൻട്രൽ ട്യൂബർ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് തിരുവനന്തപുരത്ത്. അതുപോലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷസ് റിസർച്ച് കോഴിക്കോടിൽ. റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ കോട്ടയത്ത്. അതുപോലെ സെൻട്രൽ പ്ലാന്റേഷൻ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കാസർഗോഡ്. റീജിയണൽ റിസർച്ച് സെന്റേഴ്സ് ഓഫ് കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി, അതായത് കേരള കാർഷിക സർവകലാശാലയുടെ പ്രാദേശിക ഗവേഷണ കേന്ദ്രങ്ങളും ഉണ്ട്. അങ്ങനെ കുറച്ച് നമ്മൾ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ പരിചയപ്പെട്ടു. ഇനി നമ്മൾ അടുത്തത് ചർച്ച ചെയ്യാൻ പോകുന്ന കാര്യമാണ് ടിഷ്യൂ കൾച്ചർ. എന്താണ് ടിഷ്യൂ കൾച്ചർ? കേട്ടിട്ടുണ്ടാവും നമ്മൾ, ടിഷ്യൂ വാഴകൾ. അതുപോലെ ടിഷ്യൂ കൾച്ചർ മുഖേന വികസിപ്പിച്ചെടുത്ത കുറേയധികം തൈകളും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അതുപോലത്തെ കുറേ ക്രോപ്സ് നമ്മൾ കണ്ടിട്ടുണ്ടാവും. എന്താണ് ടിഷ്യൂ കൾച്ചർ എന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അതായത് വാട്ട് ഈസ് ടിഷ്യൂ കൾച്ചർ? Tissue culture is the process of producing a new generation from a cell or tissue of a plant. അതായത് ഒരു ചെടിയുടെ കോശത്തിൽ നിന്നോ അല്ലെങ്കിൽ ഒരു കൂട്ടം കോശങ്ങളിൽ നിന്നോ ചെടികൾ വളർത്തിയെടുത്ത് പുതിയ ഒരു തലമുറയെ ഉൽപ്പാദിപ്പിക്കുന്ന പ്രവർത്തനമാണ് ടിഷ്യൂ കൾച്ചർ. അതായത് മാതൃസസ്യത്തിൻ്റെ എല്ലാ ഗുണങ്ങളും ഉള്ള തൈകൾ നമുക്ക് ഈ ടിഷ്യൂ കൾച്ചർ മുഖേന വികസിപ്പിച്ചെടുക്കാൻ സാധിക്കും.
ഉദാഹരണമായിട്ട് വാഴ, കുരുമുളക്, ഏലം, പൈനാപ്പിള് എന്നീ തുടങ്ങിയ സസ്യങ്ങളൊക്കെ നമുക്ക് ഈ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് വിജയകരമായിട്ട് വികസിപ്പിച്ചെടുക്കാൻ സാധിക്കും. ഒരു ചെടിയിൽ നിന്ന് അതിൻ്റെ സവിശേഷതകൾ ഉള്ള 100 കണക്കിന് തൈകൾ ഉൽപ്പാദിപ്പിക്കാം എന്നതാണ് ഇതിൻ്റെ സവിശേഷത. അതായത് the peculiarity of this technology is that hundreds of plantlets with the same qualities of parent plant can be produced from a plant. അതായത് ഒരു ചെടിയിൽ നിന്ന് അതിൻ്റെ സവിശേഷതകൾ ഉള്ള 100 കണക്കിന് കുറേയധികം തൈകൾ ഉൽപ്പാദിപ്പിക്കാം എന്നതാണ് ഇതിൻ്റെ സവിശേഷത. ടിഷ്യൂ കൾച്ചർ ഈസ് ദ പ്രോസസ് ഓഫ് producing a new generation from a cell or tissue of a plant. Okay. മികച്ച നടീൽ വസ്തുക്കൾ തയ്യാറാക്കുന്നതിനുള്ള ആധുനിക മാർഗങ്ങളാണ് നാം ഇതുവരെ ചർച്ച ചെയ്തത്. വളക്കൂറില്ലാത്ത മണ്ണിൽ ഗുണമേന്മയുള്ള നടീൽ വസ്തുക്കൾ എത്ര ഉപയോഗിച്ചാലും കാര്യമായ വിളവ് ലഭിക്കണമെന്നില്ല. മണ്ണിന്റെ ഗുണമേന്മയാണ് ചെടിയുടെ ആരോഗ്യം, അല്ലേ? അതായത് നമ്മൾ എത്ര ഗുണമേന്മയുള്ള നടീൽ വസ്തുക്കൾ ഉപയോഗിച്ചാലും മണ്ണ് നന്നല്ലെങ്കിൽ നമുക്ക് ചെടി അതിനനുസരിച്ച് നല്ല ഗുണമേന്മയുള്ള ചെടിയോ അല്ലെങ്കിൽ ഗുണമേന്മയുള്ള ഇത് നമുക്ക് വളക്കൂറില്ലാത്ത മണ്ണിൽ എത്ര കൃഷി ചെയ്താലും നല്ല വിളവ് ലഭിക്കണമെന്ന് നിർബന്ധമില്ല. മണ്ണിന്റെ ഗുണമേന്മയാണ് ചെടിയുടെ ആരോഗ്യം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, വിളവെടുപ്പൊക്കെ കഴിയുമ്പോൾ അതിൻ്റെ സസ്യാവശിഷ്ടങ്ങൾ കൃഷിയിടങ്ങളിൽ നിക്ഷേപിക്കുന്നത് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് എന്താണ് നേട്ടം? വിളവെടുപ്പൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സസ്യാവശിഷ്ടങ്ങൾ, നമ്മൾ ഏത് വിളവാണ് അതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ അവിടെ തന്നെ നിക്ഷേപിക്കുന്നത് കണ്ടിട്ടുണ്ടാവും. എന്താണ് അതിൻ്റെ നേട്ടം? വാട്ട് ഈസ് ദ ബെനിഫിറ്റ് ഓഫ് ഡെപ്പോസിറ്റിംഗ് പ്ലാന്റ് ഡെബ്രിസ് ഇൻ ദ ഫീൽഡ് ആഫ്റ്റർ കൾട്ടിവേഷൻ? എന്തുകൊണ്ടായിരിക്കാം ഒരു സസ്യാവശിഷ്ടം മണ്ണിന് നൽകുന്നതല്ല മറ്റൊരു സസ്യാവശിഷ്ടം നൽകുന്നത്? വൈവിധ്യമാർന്ന സസ്യാവശിഷ്ടങ്ങൾ എത്രമാത്രം മണ്ണിൽ വീണ് ജീർണിക്കുന്നുവോ അത്രയും ഗുണമേന്മ മണ്ണിന് ലഭിക്കും. മനസ്സിലായോ? അതായത് the nutrients provided by one kind of plant debris is not the same supplied by another. The more diverse the plant debris that decomposes in the soil, the higher the fertility of the soil. അതായത് ഒരു സസ്യാവശിഷ്ടം നൽകുന്ന അതേ ഗുണമല്ല മറ്റേ സസ്യാവശിഷ്ടം നൽകുക. അതായത് വൈവിധ്യമാർന്ന സസ്യാവശിഷ്ടങ്ങൾ എത്രമാത്രം മണ്ണിൽ ജീർണിച്ചാൽ മാത്രമാണ് അത്രയധികം മണ്ണിന് ഗുണമേന്മ ലഭിക്കും. മനസ്സിലായോ? അതുകൊണ്ടാണ് വിളവെടുപ്പ് കഴിഞ്ഞു കഴിഞ്ഞാൽ സസ്യാവശിഷ്ടങ്ങൾ കൃഷിയിടങ്ങളിൽ തന്നെ നിക്ഷേപിക്കുന്നത്. അപ്പോൾ അത്രയധികം ജീർണിച്ച് മണ്ണിന് അത്രയധികം നല്ല വളക്കൂറുള്ള നല്ല ഗുണമേന്മയുള്ള മണ്ണാണ് നമുക്ക് ലഭിക്കുന്നത്. കൃഷിയിൽ പരമാവധി വൈവിധ്യം ഉറപ്പാക്കുന്നതിന് കർഷകർ സ്വീകരിച്ചു വരുന്ന ചില മാർഗങ്ങളൊക്കെ ഉണ്ട്, ചില രീതികളുണ്ട്. അവ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതായത് വാട്ട് ആർ ദ മെത്തേഡ്സ് ഫോളോഡ് ബൈ ഫാമേഴ്സ് ടു എൻഷുർ മാക്സിമം ഡൈവേഴ്സിറ്റി ഇൻ അഗ്രികൾച്ചർ? ഫസ്റ്റ് വൺ ഈസ് ഇന്റർക്രോപ്പ്. എന്താണ് ഇന്റർക്രോപ്പ് അഥവാ ഇടവിള കൃഷി? കേട്ടിട്ടുണ്ടാവും നമ്മൾ ഇടവിള കൃഷി എന്താണ്. നിങ്ങൾ ഈ ചിത്രം ഒന്ന് ശ്രദ്ധിച്ചേ. ഈ ചിത്രത്തിൽ എന്താണ് കാണുന്നത്? വാഴയുടെ കൃഷിയാണ് അവിടെ മെയിനായിട്ട് നടക്കുന്നത്, അല്ലേ? അതിൻ്റെ താഴെ എന്തൊക്കെ, വാഴയുടെ ചുവട്ടിൽ എന്തൊക്കെ കൃഷിയുണ്ട്? ചേനയുടെ കൃഷിയുണ്ട്, ചേമ്പിൻ്റെ കൃഷിയും കാണാം, ഇല്ലേ? അതായത് പ്രധാന വിളകൾക്കിടയിൽ അവയ്ക്ക് ദോഷം വരുത്താത്ത രീതിയിൽ കൃഷി ചെയ്യുന്ന ഹ്രസ്വകാല വിളയെയാണ് ഇടവിള അഥവാ ഇന്റർക്രോപ്പ് എന്ന് പറയുന്നത്. അതായത് ഷോർട്ട് ടേം ക്രോപ്സ്
cultivated among the main crop in such a way that they do not harm the main crop are called intercrops. എന്താണ്? Short term crops cultivated among the main crop in such a way that they do not harm the main crop are called intercrops. പ്രധാന വിളകൾക്കിടയിൽ അവയ്ക്ക് ദോഷം വരുത്താതെ രീതിയിൽ കൃഷി ചെയ്യുന്ന ഹ്രസ്വകാല വിളയെയാണ് ഇടവിള എന്ന് പറയുന്നത്. മണ്ണിന്റെ ഫലഭൂഷ്ടി നിലനിർത്താൻ ഇത് വളരെ സഹായകമാണ്. ദേ ഹെൽപ്പ് ഇൻ മെയിൻറ്റെയിനിങ് സോയിൽ ഫെർട്ടിലിറ്റി. മണ്ണിന്റെ ഫലഭൂഷ്ടി നിലനിർത്താൻ ഇത് വളരെയധികം സഹായിക്കുന്നുണ്ട്. അപ്പൊ ഇടവിള കൃഷി അഥവാ ഇന്റർക്രോപ്പ് എന്താന്ന് നമ്മൾ പഠിച്ചു. ഈ അടുത്തത് വരുന്നതാണ് ക്രോപ്പ് റൊട്ടേഷൻ, അതായത് വിളപര്യയം. ഒരു കൃഷിക്ക് ശേഷം അതേ കൃഷി തന്നെ ആവർത്തിക്കാതെ മറ്റൊരു വിള കൃഷി ചെയ്യുന്നതാണ് വിളപര്യയം. അതായത് cultivating a different crop instead of the crop cultivated earlier is called crop rotation. നിങ്ങൾ ഈ നെൽപ്പാടമൊക്കെ കണ്ടിട്ടില്ലേ? ഈ നെല്ല് കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലോണം വെള്ളം ആവശ്യമാണ്. അപ്പം മഴയൊക്കെ ഉള്ള സമയത്താണ് നമ്മൾ ധാരാളം നെല്ല് കൃഷി ചെയ്യുക അല്ലേ? അപ്പോൾ നെല്ല് കൃഷി ചെയ്ത് കഴിഞ്ഞാൽ വിളവെടുപ്പൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം മഴയൊക്കെ കഴിഞ്ഞ് പിന്നെ അവിടെ നമുക്ക് നെല്ല് കൃഷി ചെയ്യാൻ പറ്റില്ല. ആ സാഹചര്യമല്ല, നമുക്ക് അതിൻ്റെ കാലാവസ്ഥ അനുയോജ്യമല്ല. അപ്പോൾ നമുക്ക് അവിടെ പയറും അതുപോലെ തന്നെ ഉഴുന്ന് എന്നിവയൊക്കെ നമുക്ക് അവിടെ കൃഷി ചെയ്യാം. അപ്പം അത് വളരെയധികം മണ്ണിനെ ഫലഭൂഷ്ടി നിലനിർത്തും. മണ്ണിൻ്റെ ഫലഭൂഷ്ടി അത്രയധികം വർദ്ധിക്കും. അതായത് ഒരു കൃഷിക്ക് ശേഷം അതേ കൃഷി തന്നെ ആവർത്തിക്കാതെ മറ്റൊരു വിള അല്ലെങ്കിൽ മറ്റൊരു ക്രോപ്പ് കൃഷി ചെയ്യുന്നതാണ് വിളപര്യയം. Cultivating a different crop instead of the crop cultivated earlier is called crop rotation. ഇനി ഈ ചിത്രം ഒന്ന് ശ്രദ്ധിച്ചേ. ഇത് പയറുവർഗത്തിൽപ്പെട്ട ഒരു ചെടിയുടെ വേരിന്റെ ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ലെഗുമിനസ് പ്ലാന്റ്സ്, പയറുവർഗത്തിൽപ്പെട്ട ഒരു ചെടിയുടെ വേര്. എന്താണ് ഈ വേരിന്റെ പ്രത്യേകത? അവിടെ ഇവിടെ മുഴ പോലെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇല്ലേ? എന്താണത്? റൂട്ട് നൊഡ്യൂൾസ് എന്നാണ് അതിനെ പറയുക. റൂട്ട് നൊഡ്യൂൾസ്. നമ്മുടെ ഒരു സസ്യം വളരണമെങ്കിൽ സസ്യത്തിന്റെ വളർച്ചയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൂലകമാണ് നൈട്രജൻ. ഓർത്തു വയ്ക്കുക, ഒരു സസ്യത്തിന്റെ വളർച്ചയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൂലകമാണ് നൈട്രജൻ. പ്ലാന്റ്സ് cannot absorb atmospheric nitrogen directly. അതായത് സസ്യങ്ങൾക്ക് ഒരിക്കലും അറ്റ്മോസ്ഫറിക് നൈട്രജനെ നേരിട്ട് അന്തരീക്ഷത്തിൽ നിന്ന് വലിച്ചെടുക്കാൻ പറ്റില്ല. ബട്ട് ദേ അബ്സോർബ് ദ നൈട്രേറ്റ് സോൾട്ട് ഡിസോൾവ്ഡ് ഇൻ വാട്ടർ. അതായത് ജലത്തിൽ അലിഞ്ഞു ചേർന്ന നൈട്രേറ്റ് ലവണങ്ങളാണ് സസ്യങ്ങൾ വലിച്ചെടുക്കുന്നത്. അല്ലാതെ സസ്യത്തിന് നേരിട്ട് അന്തരീക്ഷത്തിൽ നിന്ന് വലിച്ചെടുക്കാൻ പറ്റില്ല. ജലത്തിൽ അലിഞ്ഞു ചേർന്ന നൈട്രേറ്റ് ലവണങ്ങളാണ് സസ്യം വലിച്ചെടുക്കുന്നത്. Some of the bacteria can convert atmospheric nitrogen to nitrate. അതായത് ചില ബാക്ടീരിയകൾ അറ്റ്മോസ്ഫറിക് നൈട്രജനെ നൈട്രേറ്റ് ആക്കി മാറ്റാൻ ഉള്ള കഴിവ് ചില ബാക്ടീരിയകൾക്കുണ്ട്. അത്തരത്തിലൊരു ബാക്ടീരിയയാണ് റൈസോബിയം എന്ന ബാക്ടീരിയ. എന്താണ് റൈസോബിയം എന്ന ബാക്ടീരിയ? ഓക്കെ, അപ്പോൾ ഈ റൂട്ട് നൊഡ്യൂൾസിൽ ഈ റൈസോബിയം എന്ന ബാക്ടീരിയ പ്രസന്റ് ആണ്. അപ്പം ഈ റൈസോബിയം ബാക്ടീരിയ എന്ത് ചെയ്യും? ഈ അറ്റ്മോസ്ഫറിക് നൈട്രജനെ വലിച്ചെടുത്തിട്ട് ഈ റൂട്ട് നൈട്രേറ്റ് ആക്കി മാറ്റും അതിനെ. എന്നിട്ട് ഈ റൂട്ട് നൊഡ്യൂൾസിൽ ഫിക്സ് ചെയ്യും, സംഭരിച്ച് വെക്കും. എന്നിട്ട് എന്ത് ചെയ്യാം? എന്നിട്ട് ഈ പ്ലാന്റ് ഡീക്കേഡ്
ഡീക്കെ, അതായത് പ്ലാന്റ് നശിച്ചു പോകുമ്പോൾ ഈ നൈട്രേറ്റ് മണ്ണിലേക്ക് ചേരും. ആ മണ്ണിലേക്ക് ചേർക്കുന്ന ഒരു ബാക്ടീരിയയാണ് അസറ്റോബാക്ടർ. അത് സോയിലിലാണ് ഉണ്ടാവുക. ഈ അസറ്റോബാക്ടർ എന്ന ബാക്ടീരിയ സോയിലിലാണ് ഉണ്ടാവുക. ആ സോയിലുള്ള ഈ ബാക്ടീരിയ നൈട്രേറ്റിനെ സോയിലിലേക്ക് ഫിക്സ് ചെയ്യും. ഒന്നും കൂടിയും പറയാം. നമ്മുടെ പ്ലാന്റിന്റെ ഗ്രോത്തിന് ഏറ്റവും അത്യാവശ്യമുള്ള ഒരു മൂലകമാണ് nitrogen. Nitrogen is an essential element for the plant growth. Plants cannot absorb atmospheric nitrogen directly, but they absorb the nitrate salt dissolved in water. Some of the bacteria can convert atmospheric nitrogen to nitrate. Rhizobium is one of such bacteria. Okay, the root nodules in the leguminous plants. There are many rhizobium bacteria. Leguminous plants il കുറേയധികം rhizobium bacterias ഉണ്ട് ഈ root nodules ൽ. The rhizobium bacteria absorb atmospheric nitrogen and fix it into roots nodules as nitrate. As the plant decay, the Acetobacter present in the soil fix these nitrates into the soil. അപ്പോൾ ചോദ്യം ഞാൻ ചോദിക്കട്ടെ, വാട്ട് ആർ ദി ബെനിഫിറ്റ് ഓഫ് കൾട്ടിവേറ്റിംഗ് ലെഗുമിനസ് പ്ലാന്റ്സ്? ലെഗുമിനസ് പ്ലാന്റ്സ് കൾട്ടിവേറ്റ് ചെയ്യുന്നത് കൊണ്ട് ഉണ്ടാവുന്ന ബെനിഫിറ്റ് അല്ലെങ്കിൽ നേട്ടം എന്താണ്? In the root nodules of the leguminous plants, there are many rhizobium bacteria. The rhizobium bacteria absorb atmospheric nitrogen and fix it in root nodules as nitrates. As the plant decay, the Acetobacter present in the soil fix these nitrates into the soil. അതായത് പ്ലാന്റ് ഡീക്കേ ചെയ്യുമ്പോൾ ഇത് മണ്ണിലേക്ക് അലിഞ്ഞു ചേരും. അങ്ങനെയാണ് മണ്ണിന് വളരെയധികം ഫലഭൂഷ്ടി അല്ലെങ്കിൽ വിളവിനെ അധികം സ്വാധീനിക്കുന്ന, മണ്ണിന്റെ ഫലഭൂഷ്ടി നഷ്ടപ്പെടാണ്ട് കാക്കും. അതായത് ഈ പ്ലാന്റ്സ്, ലെഗുമിനസ് പ്ലാന്റ്സ് കൾട്ടിവേറ്റ് ചെയ്യുന്നത് കൊണ്ട് എന്താണ് നേട്ടമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പ്ലാന്റ് ഡീക്കേ ചെയ്യുമ്പോൾ ഈ നൈട്രേറ്റ് സോയിലിലേക്ക് ഫിക്സ് ചെയ്യും. അതിനെ സഹായിക്കുന്ന ഒരു ബാക്ടീരിയയാണ് അസറ്റോബാക്ടർ. അപ്പോൾ നൈട്രേറ്റ്സ് ആയിട്ട് സോയിലിൽ എപ്പോഴും ഉണ്ടായിരിക്കും ഇത് കൾട്ടിവേറ്റ് ചെയ്യുമ്പോൾ. അപ്പം പ്ലാന്റ് ഡീക്കേ ചെയ്യുമ്പോഴാണ് ആ സോയിലിലേക്ക് അത് ഫിക്സ് ചെയ്യാം. ഈ റൈസോബിയം ബാക്ടീരിയ എന്ത് ചെയ്യും? അറ്റ്മോസ്ഫിയറിക് നൈട്രജനെ റൂട്ട് നോഡ്യൂൾസിലേക്ക് നൈട്രേറ്റ് ആയിട്ട് ഫിക്സ് ചെയ്യും. ഇത് ലെഗുമിനസ് പ്ലാന്റ്സിലാണ് കാണപ്പെടുന്നത്. ഇത് പയറുവർഗത്തിൽപ്പെട്ട ചെടികളിലാണ് കാണപ്പെടുന്നത്. നമ്മൾ അടുത്തത് ചർച്ച ചെയ്യാൻ പോകുന്നത് വിള പരിപാലനം അഥവാ ക്രോപ്പ് മാനേജ്മെന്റ് ആണ്. വിളവ് മെച്ചപ്പെടുത്താനായിട്ട് കർഷകർ കുറേയധികം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഈ ചിത്രത്തിലൊന്ന് നോക്കൂ. ഒരു കർഷകന്റെ തോട്ടുകളാണ്. അതായത് ഒരു കർഷകൻ ചിന്തിക്കുന്ന, വിളവ് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് ആ കർഷകൻ ചിന്തിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. അതായത് എന്താ പറയണേ, അദ്ദേഹം എന്തൊക്കെയാണ് ചിന്തിക്കുന്നത്? കളകൾ ഉണ്ടാവരുത്, അപ്പൊ കളനാശിനി പ്രയോഗിക്കാം. രോഗങ്ങളും കീടങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല, അപ്പൊ നമുക്ക് കീടനാശിനി തെളിക്കാം. വിളവും കുറയരുത്, അപ്പൊ നന്നായി രാസവളം ചേർക്കാം. ഈ ചിത്രത്തിൽ നിന്ന് കർഷകന്റെ തീരുമാനങ്ങൾ ഗുണകരമാണോ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. പ്രകൃതിക്ക് കോട്ടം വരുത്താതെ ഉള്ള വളപ്രയോഗവും കീടനാശിനി പ്രയോഗവും ഒക്കെ നമ്മൾ വ്യാപിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ കളനാശിനി പ്രയോഗം അല്ലെങ്കിൽ രാസവള പ്രയോഗം, കീടനാശിനി തെളിക്കുക, അതൊക്കെ മണ്ണിനും അതുപോലെ ജന്തുക്കൾക്കും വളരെയധികം ദോഷങ്ങളാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ വളരെ മാക്സിമം എന്താ ചെയ്യേണ്ടത്? ജൈവ കൃഷി അല്ലെ, ജൈവ കീടനാശിനികൾ അല്ലെങ്കിൽ ജൈവ വളങ്ങൾ ഉപയോഗിക്കുക.
അപ്പോൾ നമ്മുടെ മണ്ണിൻ്റെ ഫലഭൂഷ്ടി നിലനിർത്താനും ജന്തുക്കൾക്കൊന്നും ഒരു ദോഷം വരുത്താതെ വിളവ് അത്രയധികം നന്നായി തന്നെ മെച്ചപ്പെടുകയും ചെയ്യും. ജപ്പാനിലെ ഒരു ജൈവകൃഷി ഗവേഷകൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ: മണ്ണിനെ ഒരു മരുഭൂമിയാക്കുകയല്ല, വിളഭൂമിയാക്കുകയാണ് വേണ്ടത്. അതായത് രാസവള പ്രയോഗത്താൽ പ്രാണനറ്റ മണ്ണിന് മൃതസഞ്ജീവനിയാണ് ജൈവവളങ്ങൾ. ഇത് ജീവന്റെ സഞ്ചാരം ത്വരിതപ്പെടുത്തുകയും മണ്ണിന്റെ ഫലഭൂഷ്ടി നിലനിർത്തുകയും ചെയ്യും. അതായത് നമ്മൾ മാക്സിമം ജൈവ വളങ്ങൾ അല്ലെങ്കിൽ ജൈവ കീടനാശിനികൾ ഉപയോഗിക്കുക. അപ്പോൾ വളരെയധികം നമുക്ക് വിളപരിപാലനം, വിളവ് മെച്ചപ്പെടുത്തൽ അതൊക്കെ നല്ല രീതിയിൽ നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും. ഇനി കുറച്ച് ബയോ പെസ്റ്റിസൈഡ്സും ബയോ ഫെർട്ടിലൈസേഴ്സും ഏതൊക്കെയാണെന്ന് നോക്കാം. ബയോ പെസ്റ്റിസൈഡ്സിന് ഉദാഹരണമാണ് ടൊബാക്കോ ഡെക്കോക്ഷൻ, നീം കേക്ക്, നീം ഓയിൽ എമൽഷൻ. അതായത് ഏതൊക്കെയാണ്? പുകയില കഷായം, വേപ്പിൻ പിണ്ണാക്ക്, വേപ്പെണ്ണ എമൽഷൻ എന്നിവയാണ് ബയോ പെസ്റ്റിസൈഡ്സ് അഥവാ ജൈവ കീടനാശിനികൾ. ഇവ ഉണ്ടാക്കുന്ന വിധം ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്, അതെല്ലാവരും വായിച്ചു നോക്കുക. രണ്ടാമത്തെയാണ് ജൈവവളങ്ങൾ. നമുക്കറിയാവുന്ന കുറച്ച് ജൈവവളം നമുക്കറിയാം: കവുടങ്ങ്, അതുപോലെ ഗ്രീൻ മാനുവർ, കമ്പോസ്റ്റ് മാനുവർ, ഫിഷ് മാനുവർ, പോൾട്ടറി ഡ്രോപ്പിംഗ്സ്, ഗോട്ട് ഡ്രോപ്പിംഗ്സ്, ബോൺമീൽ എന്നിവയ്ക്കാണ് ബയോ ഫെർട്ടിലൈസേഴ്സ് അഥവാ ജൈവ വളങ്ങൾ. ജൈവവളങ്ങളുടെയും ജൈവ കീടനാശിനികളുടെയും ഉപയോഗം വളരെയധികം നമ്മളുടെ സസ്യങ്ങൾക്ക് നമ്മളത് ശീലമാക്കുക. അവയുടെ ഉപയോഗം ശീലമാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇത്ര അധികം പ്രകൃതിക്ക് ദോഷം വരുത്താതെ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. വളരെയധികം വിളവിനെ സ്വാധീനിക്കുകയും വിളവ് മെച്ചപ്പെടുത്താനായിട്ട് അത് നമ്മെ സഹായിക്കുകയും ചെയ്യും. നമ്മളിപ്പോൾ ഭക്ഷ്യവിളകൾ മാത്രമാണോ കൃഷി ചെയ്യുക? മറ്റേതെങ്കിലും വിളകൾ കൃഷി ചെയ്യുക നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതോ ഭക്ഷ്യവിളകൾ മാത്രമാണോ നമ്മൾ കൃഷി ചെയ്യുന്നത്? ഡു വി കൾട്ടിവേറ്റ് ഓൺലി ഫുഡ് ക്രോപ്സ്? വിച്ച് അതർ ക്രോപ്സ് വി കൾട്ടിവേറ്റ്? വേറെ ഏതൊക്കെയാണ് നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുന്നത്, കൃഷി ചെയ്യുന്നത്? ഫ്ലോറി കൾച്ചർ, അതായത് പൂവിൻ്റെ കൃഷി ഇല്ലേ, നമ്മൾ ചെയ്യുന്ന ഒരു കൃഷിയാണ് പുഷ്പത്തിൻ്റെ കൃഷി, പുഷ്പകൃഷി. ടീ പ്ലാന്റേഷൻ, തേയില കൃഷി. ഓർണമെന്റൽ പ്ലാന്റ് കൾട്ടിവേഷൻ, അതായത് അലങ്കാര സസ്യകൃഷി. ഇവയെല്ലാം നമ്മൾ ഭക്ഷ്യവിളകൾ മാത്രമല്ല, മറ്റു വിളകൾക്ക് പറയുമ്പോൾ പുഷ്പകൃഷിയും തേയില കൃഷിയും അലങ്കാര സസ്യകൃഷിയൊക്കെ നമ്മൾ ചെയ്യുന്നതാണ്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കുറച്ച് കൃഷികളാണ് കോട്ടൺ, അതായത് പരുത്തി നമ്മൾ കൃഷി ചെയ്യുന്നതാണ്. Cotton is an important fiber crop cultivated in India. The cotton and the seeds are separated from mature cotton bolls. Thread is obtained from cotton. Cotton seed is used as cattle feed. The oil obtained from cotton seeds is used for industrial purposes. അതായത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന ഒരു പ്രധാന നാരുവിളയാണ് പരുത്തി അഥവാ കോട്ടൺ. പൂർണ്ണ വളർച്ചയെത്തിയ പരുത്തിക്കായിൽ നിന്ന് പഞ്ഞിയും കുരുവും വേർതിരിച്ചെടുക്കുന്നു. പഞ്ഞിയിൽ നിന്ന് നൂലുണ്ടാക്കുന്നു. പരുത്തിക്കുരു കാലിത്തീറ്റയായിട്ട് ഉപയോഗിക്കാം. പരുത്തിക്കുരുവിൽ നിന്ന് ശേഖരിക്കുന്ന എണ്ണ വ്യാവസായിക ആവശ്യങ്ങൾക്കായിട്ടും ഉപയോഗിക്കണം കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതുപോലെ കൃഷി ചെയ്യുന്ന വേറൊരു വിളയാണ് ജൂട്ട് അഥവാ ചണം. India is the largest producer of jute in the world. Jute fiber is obtained from the stem of jute plant. Jute sheaves are first soaked in water for wetting. They are then beaten to separate the fibers. Sack thread is made of jute fiber. അതായത് ലോകത്ത് ഏറ്റവും അധികം ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യയാണ്.
ചണച്ചെടി, അതിൻ്റെ തണ്ടിൽ നിന്നാണ് ചണനാരുകൾ ലഭിക്കുന്നത്. ചണക്കെട്ടുകൾ വെള്ളത്തിൽ താഴ്ത്തി വെച്ച് അഴുകിയ ശേഷം തല്ലിച്ചതച്ച് നാരുകൾ വേർപ്പെടുത്തുന്നു. നാം ഉപയോഗിക്കുന്ന ചാക്കുനൂൽ ചണനാരുകളാണ്. ഓക്കെ, അതുപോലെ തന്നെ ഇതുപോലത്തെ ഒരു വിളയാണ് കൊയർ അഥവാ കയർ. നാളികേര തൊണ്ടുകൾ വെള്ളത്തിലിട്ട് കുതിർത്ത് തൊണ്ട് തല്ലി നാരുകൾ വേർതിരിച്ചെടുക്കുന്നു. അങ്ങനെ വിവിധ തരം കയർ ഉൽപ്പന്നങ്ങൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. കോക്കനട്ട് husk is soaked in water and then beaten to separate fibers. These fibers are woven to make different types of coir products. അങ്ങനെ മൂന്ന് വിളയാണ് നമ്മൾ ഇതുപോലെ ഭക്ഷ്യവിളയല്ലാതെ കൃഷി ചെയ്യപ്പെടുന്ന വിളകൾക്ക് ഉദാഹരണങ്ങൾ. നമ്മൾ അടുത്തത് ചർച്ച ചെയ്യാൻ പോകുന്നത് സംയോജിത കൃഷി അഥവാ ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് ആണ്. ഇതില് നോക്കി ചിത്രം ശ്രദ്ധിക്കൂ. ഈ കാലി വളർത്തലും നെൽകൃഷിയും തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. വീട്ടിലെ കൃഷി സ്ഥലത്തെയും ചില ജൈവാവശിഷ്ടങ്ങളെല്ലാം നമ്മൾ ബയോഗ്യാസ് പ്ലാന്റിൽ ഇട്ടിട്ട് ആ ബയോഗ്യാസ് പ്ലാന്റിലെ ഗ്യാസ് നമ്മൾ അടുക്കള ആവശ്യത്തിന് ഉപയോഗിക്കുന്നു. ആ ഗ്യാസിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ച ശേഷമുള്ള സ്ലറി നമ്മൾ എന്തിനുപയോഗിക്കുന്നു? ചെടികളുടെ വളപ്രയോഗത്തിന്, ചെടികൾക്ക് ആവശ്യമായ വളത്തിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം തമ്മിൽ പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ട് ഉള്ള ഒരു കൃഷി രീതിയാണ് സംയോജിത കൃഷി അഥവാ ഇന്റഗ്രേറ്റഡ് ഫാമിംഗ്. അടുത്ത ചിത്രം ഒന്ന് ശ്രദ്ധിക്കൂ. ഈ മത്സ്യകൃഷിയുടെ മുകളിൽ ഒരു താറാവ് കൂടാണ് നമ്മൾ കാണുന്നത് അല്ലേ? ഇത് തമ്മിൽ എങ്ങനെയാണ് ഒരു സംയോജിത കൃഷിയാണിത്. ഇതെങ്ങനെയാണെന്ന് നോക്കാം നമുക്ക്. എങ്ങനെയാണ്? താറാവ് ഉപേക്ഷിക്കുന്ന താറാവിന് നമ്മൾ തീറ്റ കൊടുക്കും. അപ്പൊ താറാവ് ഉപേക്ഷിക്കുന്ന ഈ തീറ്റ ബാക്കി, അതായത് കുത്തി തിന്നുമ്പോഴുള്ള തീറ്റ വെള്ളത്തിലേക്ക് വീഴുമ്പോൾ അത് മീനുകൾക്കുള്ള ഭക്ഷണമായിരിക്കും. അതുപോലെ താറാവിന്റെ കാഷ്ടം ജലസസ്യങ്ങളുടെ വളർച്ചയ്ക്ക് വളരെയധികം സഹായിക്കും. ഈ ജലസസ്യങ്ങൾ വളരുമ്പോൾ അത് മത്സ്യങ്ങൾക്കുള്ള ആഹാരമാണ്. ഈ ജലാശയത്തിലെ ബാക്കി കീടങ്ങളും തവളക്കുഞ്ഞുങ്ങള് അതുപോലെ പായല്, ഒച്ച് എന്നിവയെല്ലാം താറാവിന്റെ ഭക്ഷണമാണ്. അതായത് രണ്ടുപേർക്കും ഗുണമായിട്ടുള്ള രീതിയിൽ ഒരു സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു കൃഷി രീതിയാണ് ഇത്. ഇതിനാണ് ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് അഥവാ സംയോജിത കൃഷി എന്ന് പറയുന്നത്. ഇനി ഈ 3 ചിത്രങ്ങളും ശ്രദ്ധിക്കും. ഈ കന്നുകാലി വളർത്തലും ഇതുപോലുള്ള കോഴി വളർത്തല്, ആട് വളർത്തല് എന്നിവയെല്ലാം ഒരു സംയോജിത കൃഷിയായിട്ട് നമുക്ക് മാറ്റാം. എങ്ങനെ? കൃഷിയും കന്നുകാലി വളർത്തലും കേരളത്തില് വളരെ പരമ്പരാഗതമായിട്ടുള്ളൊരു കൃഷി രീതിയാണ് അല്ലേ? അതൊരു സംയോജിത കൃഷിയാണ്. നെൽകൃഷിയോടൊപ്പം പശുക്കളെയും എരുമകളെയും വളർത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതായത് തെങ്ങിൻ തോട്ടങ്ങൾ, റബ്ബർ തോട്ടങ്ങൾ എന്നിവിടങ്ങളിൽ തീറ്റപ്പുല്ലുകൾ നമുക്ക് കൃഷി ചെയ്യാം. നെൽകൃഷിയിൽ നിന്ന് ലഭിക്കുന്ന വൈക്കോലും അതുപോലെ നെല്ല് കുത്തിയ ശേഷം ലഭിക്കുന്ന തവിടും കന്നുകാലികൾക്ക് തീറ്റയായി നൽകാം. തെങ്ങിൻ തോപ്പില് ആട്, താറാവ്, കോഴി എന്നിവയെ നമുക്ക് വളർത്താം. അപ്പോൾ ഈ കൃഷിയും കന്നുകാലി വളർത്തലും ഒരു സംയോജിത കൃഷിയാണ്. അതായത് എല്ലാ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഗുണം കിട്ടുന്ന രീതിയിൽ എല്ലാം കൂടിയിട്ടൊന്ന് ചേർത്ത് കൊണ്ടുപോകുന്ന ഒരു രീതിയാണ് സംയോജിത കൃഷി അഥവാ ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇന്നതൊക്കെ പഠിച്ചു. അഗ്രികൾച്ചർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയൊക്കെയുണ്ടെന്ന് പഠിച്ചു. എന്താണ് ടിഷ്യൂ കൾച്ചർ എന്ന് പഠിച്ചു. എന്താണ് ടിഷ്യൂ കൾച്ചർ? ടിഷ്യൂ കൾച്ചർ ഈസ് ദ പ്രോസസ് ഓഫ് പ്രൊഡ്യൂസിങ് എ ന്യൂ ജനറേഷൻ ഫ്രം എ സെൽ ഓർ ടിഷ്യൂ ഓഫ് എ പ്ലാന്റ്. അതുപോലെ ഇന്റർക്രോപ്പ് എന്താണെന്ന് പഠിച്ചു. എന്താണ് ഇന്റർക്രോപ്പ്? ഇടവിള കൃഷി അല്ലേ? എന്താണ് ഇടവിള കൃഷി? Short term crops cultivated among the main crop in such a way that they do not harm the main crop are called intercrops. പിന്നെ നമ്മൾ ലെഗുമിനസ് പ്ലാന്റ്സിന്റെ
പ്രത്യേകതകൾ പഠിച്ചു ഇല്ലേ? എന്താണ് ലെഗുമിനസ് പ്ലാന്റ്സിന്റെ പ്രത്യേകതകൾ? അതായത് ഈ ലെഗുമിനസ് പ്ലാന്റ്സിന്റെ വേരില് റൈസോബിയം എന്ന് പറഞ്ഞ ബാക്ടീരിയ ഉണ്ട്. സസ്യങ്ങൾക്ക് അന്തരീക്ഷത്തിൽ നിന്ന് നൈട്രജനെ നേരിട്ട് വലിച്ചെടുക്കാൻ കഴിയാത്തത് കൊണ്ട് ഈ ലെഗുമിനസ് പ്ലാന്റ്സിന് റൈസോബിയം എന്ന ബാക്ടീരിയ അന്തരീക്ഷത്തിൽ നിന്ന് നേരിട്ട് നൈട്രജനെ വലിച്ചെടുത്തിട്ട് നൈട്രേറ്റ് ആക്കി മാറ്റി ഈ റൂട്ട് നോഡ്യൂൾസിൽ സംഭരിക്കുന്നുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യുന്നേ? എന്നിട്ട് പ്ലാന്റ് ഡീക്കേ, അതായത് പ്ലാന്റ് നശിച്ചു പോകുമ്പോൾ ഇത് ഈ നൈട്രേറ്റ് സോയിലിലേക്ക് തന്നെ ഫിക്സ് ചെയ്യിക്കുന്നത്. ആരെ ഫിക്സ് ചെയ്യിക്കുന്ന? സോയിലുള്ള അസിറ്റോബാക്ടർ എന്ന ബാക്ടീരിയ. അതാണ് നമ്മൾ ലെഗുമിനസ് പ്ലാന്റ്സിന്റെ കൾട്ടിവേറ്റ് ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണമായിട്ട് എന്താണ് ബെനിഫിറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഠിച്ചത്. അതുപോലെ ക്രോപ്പ് മാനേജ്മെന്റ് നമ്മൾ പഠിച്ചു. രാസവള കീടനാശിനിക്കാളും ഏറ്റവും നല്ലത് പ്രകൃതിക്ക് ഗുണകരമായിട്ടുള്ള ജൈവ കീടനാശിനി അഥവാ ബയോപെസ്റ്റിസൈഡ്സ് അല്ലെങ്കിൽ ബയോ ഫെർട്ടിലൈസേഴ്സ് ഉപയോഗിക്കുന്നതാണ്. അതുപോലെ ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് എന്താണെന്ന് പഠിച്ചു. സംയോജിത കൃഷി, അതായത് എല്ലാ കൃഷികളെയും പരസ്പരം ബന്ധിപ്പിച്ച് ഒരു ഗുണങ്ങളും ഒരുമിച്ച് കിട്ടുന്ന ഒരു തരം കൃഷിയാണ് ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് അഥവാ സംയോജിത കൃഷി. താങ്ക് യു. Please subscribe our channel, like, share, comment, and also enable the bell button to get the recent notifications.